ഐൻസ്റ്റീനെ അറിയില്ലേ നിങ്ങൾക്ക്? ഈ ലോകത്തെ ബുദ്ധിശാലിയായിട്ടുള്ള മനുഷ്യനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ തലച്ചോറ് മോഷണം വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജീനിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ടിപ്പ് നോക്കിയാലോ. RRR അല്ലെങ്കിൽ RRR എന്നാണ് ഈ ഒരു മെത്തേഡ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് റെഗുലർലി റിവ്യൂ റീകോൾ എന്നാണ്. അതായത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യം അത് എപ്പോഴും നിങ്ങളുടെ മെമ്മറിയിലെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പെർമനൻറ്റ് മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഒരുപാട് സമയം അതിന് വേണ്ടി മെനക്കെടുത്തണ്ട. അതിന് പകരം കുറേ ടിപ്പുകളുണ്ടല്ലോ, കുറേ ട്രിക്സുകളുണ്ട്. അതായത് നമുക്ക് ഫ്ലാഷ് കാർഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിച്ചു, അത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് സ്റ്റോറായി. അപ്പോൾ നിങ്ങളൊരു 7 ദിവസത്തെ ഗ്യാപ്പിനുള്ളിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വീണ്ടും ഒന്ന് റീകോൾ ചെയ്യണം. 7 ദിവസത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ചു, എന്നിട്ട് ഒരു ദിവസം ഗ്യാപ്പ് എടുത്തു, മറ്റന്നാൾ വീണ്ടും ഒന്ന് നോക്കുക. അതിനുശേഷം ഒരു 2-3 ദിവസം കൂടുതൽ ഗ്യാപ്പ് എടുക്കുക, വീണ്ടും നോക്കുക. എന്നിട്ട് പിന്നെ ആ ഗ്യാപ്പിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂട്ടുക. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പെർമനൻറ്റ് മെമ്മറിയിലേക്ക് സ്റ്റോർ ആയിക്കോളും. ഇങ്ങനെ സ്റ്റോർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ നിങ്ങളത് മറന്നു പോവില്ല. നിങ്ങൾക്കത് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു ഹിൻഡ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ട്രിക്കാണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, പഠിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ മറന്നു പോവാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പഠിച്ചിരുന്ന സമയത്ത്, നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ് ഐൻസ്റ്റീൻ. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 1 ഇയർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ എത്ര കാലം പഠിക്കുന്നുണ്ടോ അത്രയും കാലം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ജീവിതത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെറുതെ ഉള്ള ഒരു ടിപ്പല്ല, ഐൻസ്റ്റീൻ്റെ ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്കും നാളെ ഐൻസ്റ്റീനൊക്കെ ആവണം എന്നാണെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെയുള്ള ട്രിക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പഠിച്ച് നിങ്ങളൊക്കെ ഭാവിയിൽ വലിയ വലിയ ഐൻസ്റ്റീൻമാരാവട്ടെ. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം കേട്ടോ.